PM കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ചും അതുപോലെ ക്ഷേമ പെൻഷനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. PM കിസാൻ യോജനയുടെ 21ാമത്തെ ഗഡു നവംബർ 19 ബുധനാഴ്ച വിതരണം ചെയ്യും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് വിതരണം ഉണ്ടാവുക. രാജ്യത്തുടനീളമുള്ള ദശലക്ഷക്കണക്കിന് യോഗ്യരായ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ എത്തിച്ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി DBT ട്രാൻസാക്ഷൻ വഴിയാണ് തുക വിതരണം ചെയ്യുക. ഈ കേന്ദ്ര പദ്ധതി പ്രകാരം ഇതുവരെ 3.70 ലക്ഷം കോടിയിലധികം കർഷകർക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. 2019 ആരംഭിച്ചതിന് ശേഷമുള്ള 21ാമത്തെ ഗഡുവാണിത്. PM കിസാൻ പദ്ധതിയിൽ നിന്ന് ഇത്തവണ അനർഹരായ നിരവധി പേരെ പുറത്താക്കിയിട്ടുണ്ട്. എന്നാൽ അർഹരായ ചില കർഷകർക്കും 20ാമത്തെ ഗഡു മുടങ്ങിയിട്ടുണ്ട്. EKYC, ലാൻഡ് സീഡിംഗ്, ആധാർ, ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കൽ എന്നിവയിൽ വീഴ്ച വരുത്തിയ കർഷകർക്കാണ് ഗഡു മുടങ്ങിയിട്ടുള്ളത്. വീഴ്ച വരുത്തിയ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതോടെ കർഷകർക്ക് അടുത്ത ഗഡുവിനൊപ്പം കുടിശ്ശികയുള്ള 2000 രൂപ കൂടി ലഭിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് 21ാമത്തെ ഗഡുവിൻ്റെ 2000വും 20ാമത്തെ ഗഡുവിൻ്റെ 2000വും കൂടി ചേർത്ത് 4000 രൂപയായിരിക്കും ഇവർക്ക് ലഭിക്കുക. അതുപോലെ തന്നെ 21ാമത്തെ ഗഡുവിനായി കാത്തിരിക്കുന്നവർ സ്റ്റാറ്റസ് പരിശോധിക്കാനും മറക്കരുത്. pmkisan.gov.in എന്ന വെബ്സൈറ്റിൽ നോ യുവർ സ്റ്റാറ്റസ് എന്നതിൽ ചെക്ക് ചെയ്ത് നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ്. സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്ന് പരിശോധിക്കുക. അതേസമയം നവംബർ മാസത്തെ പെൻഷൻ വിതരണം വ്യാഴാഴ്ചയാണ് ആരംഭിക്കുക. 3600 രൂപയാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇത്തവണ ലഭിക്കുക. PM കിസാൻ സമ്മാൻ നിധിയിലും അതുപോലെ ക്ഷേമ പെൻഷൻ പദ്ധതിയിലും ഉൾപ്പെടുന്നവർക്ക് 5600 രൂപയോളമാണ് ഈ മാസം ലഭിക്കുക.